18 വയസ്സാകും മുന്നേ പെൺകുട്ടികളങ്ങ് കെട്ടിച്ചിടും. 18 തികഞ്ഞെന്ന് പറഞ്ഞാൽ കല്യാണക്കാർ വന്ന് ചോദിക്കലായി കെട്ടിക്കലായി ഓക്കെ. എന്നിട്ട് എന്താക്കും, ആ വീട്ടിലത്തെ മുഴുവൻ ഭാരം ഓരോ തലയിലങ്ങ് ഏൽപ്പിക്കും. എന്തെങ്കിലും ഒരു തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓരൊരു ചോദ്യമുണ്ട്, ഇതിനൊന്നും ഒരു പക്വത ഒന്നുമില്ലേ, ഇതൊക്കെ എൻ്റെ പുരയിൽ നിന്ന് ഉമ്മ എന്നെ എങ്ങനെയാണ് പറഞ്ഞയച്ച്, ഒരു പക്വത വരെ പഠിപ്പിക്കാനാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞയച്ച് എന്നൊരു ചോദ്യം. സത്യമല്ലേ? എത്രയോ ആൾക്കാർ കേട്ടിട്ടുണ്ട്. നമ്മൾ ഉമ്മമാരോട് ചോദിച്ചറിയാം, ഓലൊക്കെ അത് കേട്ടതാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികൾ അതിനൊന്നും കിട്ടൂല കേട്ടോ. അപ്പം അതൊക്കെ കേട്ടോലൊന്നും മിണ്ടാണ്ട് സഹിച്ചും ക്ഷമിച്ചൊക്കെ നിന്നതേക്കാരം നമ്മളമ്മമാർ. അപ്പം ഈ ഉമ്മമാരോട് ചോദിച്ചു നോക്കി, 22 വയസ്സായ ആൺകുട്ടിനെ കല്യാണം കഴിപ്പിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഒരു വർത്താനുണ്ട്, ഇനി അതിന് പക്വത ഒന്നും വന്നില്ല, 22 ഓനായിട്ടുള്ളൂ, ഒരു 25 ആവട്ടെ എന്നിട്ട് നമുക്ക് കല്യാണം കഴിപ്പിച്ച് കൊടുക്കാം അല്ലേ? എത്രയോ ആൾക്കാർ പറയും, ഞാൻ ഇപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ 25 വയസ്സായ മോന് എത്ര വയസ്സായ പെൺകുട്ടിനെ കെട്ടിച്ചുകൊണ്ടിരുന്നേ? 18 വയസ്സായ കുട്ടീനെ. എന്നിട്ടോ ആ 18 വയസ്സായ കുട്ടിക്ക് 18 വയസ്സാകുമ്പോഴേക്കും മെച്ചോർഡ് വരണം. ഇവന് 25 പക്വത ഒന്നും ഉണ്ടാവില്ല. അങ്ങനല്ലേ ഓലെ വർത്താനം? പക്ഷേ ഈ 18 വയസ്സ് 25 വയസ്സ് എത്ര ഡിഫറൻ്റ് ഉണ്ട്. ആൺകുട്ടിക്കും പെൺകുട്ടിക്കും പക്വത വരുന്ന കാര്യത്തിൽ മാറ്റമുണ്ടോ? എനിക്കറിയില്ല കേട്ടോ. അതിലൊരു ലോജിക്ക് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷെ എന്താ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ 18 വയസ്സായ കുട്ടി എന്ന് പറഞ്ഞാൽ കുട്ടിത്തം മാറാത്തൊരു കുട്ടിയാണ്. നമ്മളെ വീട്ടിലേക്ക് ഒരാൾ കയറി വരുമ്പോൾ ഓലെ പക്വത പഠിപ്പിക്കേണ്ട ആരാണ്? നമ്മളാണ്. അതെങ്ങനെയാണ്? ചീത്ത പറഞ്ഞ് ഫോഴ്സ് ചെയ്തിട്ടാണ് പഠിപ്പിക്കലല്ല. മോളെ ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അതങ്ങനല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തെറ്റി തിരുത്തി ഒരു നല്ല സ്വഭാവത്തിൽ പറഞ്ഞു കൊടുക്കല്ല വേണ്ടിയത്. കാരണം നമ്മളെ വിട്ട് ഓലെ പുരക്കാരെ വിട്ട് നമ്മൾ വിശ്വസിച്ചറിഞ്ഞു വരുന്ന കുട്ടീനോട് കുറച്ചൊക്കെ ഒരു സ്നേഹത്തിലും കുറച്ചൊരു സമാധാനത്തിലും ഒക്കെ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവേണ്ട പക്വത ആ പക്വത എന്തായാലും ഓൾക്കുണ്ടാവില്ലേ? അപ്പോൾ ഒരു ചെറിയ കുട്ടിക്കാരി നമ്മൾ മോനെ ചെയ്യലേ എന്ന് പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാവും, ഇതൊറ്റടിക്ക് അങ്ങനെ ചെയ്യില്ല, എൻ്റെ ഉമ്മച്ചി എങ്ങനെ പഠിപ്പിച്ച് എന്നുള്ള വർത്താനം ഓല് കേൾക്കുമ്പോൾ വലുതാകുമ്പോൾ ഇൻഷാ അല്ലാഹ് ഓലും വലുതാകുമ്പോൾ ഇത് കേട്ടിട്ടാണ് വളർന്നത്. ഓൾക്കൊരു മരുമോൾ വരുമ്പോൾ ഓല് ഇതേ സംസാരം തന്നെ സംസാരിക്കുള്ളൂ. അതിന് വേണ്ടി ഓലോടൊന്ന് സ്നേഹത്തിൽ സംസാരിച്ച് നോക്കി, നാളെ ഓൾക്ക് മരുമോൾ വരുമ്പോൾ ഓല ആ സ്നേഹം പ്രകടിപ്പിക്കാൻ നോക്കും. ഇന്ന് എന്താണോ കിട്ടിയത് അത് നാളെ തിരിച്ചു കൊടുക്കാനാണ് നമ്മളെല്ലാവരും നോക്കുള്ളൂ. അതുകൊണ്ട് എന്താ, ഇന്ന് ഓലൊരു നല്ല ഉമ്മാവാൻ നോക്ക്.